രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അത് അങ്ങനെ ഒരു യാത്ര നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നു. അടുത്ത AICC യോഗത്തിൽ വെച്ച് അതിന് രൂപരേഖ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ യാത്ര നേരത്തെ നമ്മൾ കണ്ടതുപോലെ കന്യാകുമാരി വഴി ജമ്മു കാശ്മീർ വരെ അല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയൊക്കെ കടന്ന് അത് ഗുജറാത്തിൽ അവസാനിക്കുന്ന രീതിയിലൊക്കെയാണ് ആദ്യഘട്ടത്തിലെ പ്ലാൻ. അപ്പോൾ ഒരു ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് നേരത്തെ കണ്ടതുപോലെ ആയിരിക്കുമോ, അത് എത്ര കണ്ട് ലക്ഷ്യം കൈവരിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യം സംസാരിക്കണുണ്ടാവുന്നതായി നമ്മൾ. ദൗസാഹിബ്, ഒരു രണ്ടാം ഘട്ടത്തിന് സമയമായി, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൻ്റെ വിജയം കണ്ടിട്ടല്ലേ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു യാത്ര കൂടി നടത്തിയത് കൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നമ്മളെ 2014 ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് പറഞ്ഞാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദമെന്നല്ല, ഭരണകൂട വിരുദ്ധ ശബ്ദങ്ങൾ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കാൽ എന്ന് പറയുമ്പോൾ 90%-ലേറെയും ഫ്രം ദ മാർജിൻസ് എന്ന് പറയാവുന്ന ലോക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പോണ്ടാനിയസ് റെസിസ്റ്റൻസ്, ഓർഗാനിക് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പ്രതിരോധങ്ങളായിരുന്നു. അത് രോഹിത് വെമുല മൂവ്മെൻ്റ് ആകട്ടെ, CA പ്രൊട്ടസ്റ്റ് ആകട്ടെ, കർഷക ബില്ലിനെതിരായിട്ടുള്ള സമരമാവട്ടെ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രധാന സംഘടനയുള്ള കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത, അതേസമയം ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയമായ ജനബാഹുല്യമുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. അത് CA ആവട്ടെ, കർഷക സമരമാവട്ടെ, എന്താവട്ടെ. രോഹിത് വെമുല മൂവ്മെൻറ്റ് വേറെ നിലക്ക് ഈ ക്യാമ്പസുകളിൽ ഒരു പുതിയ ഒരു സംസ്കാരം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താണ് കാണുന്നത്, ഈ പ്രതിപക്ഷം എന്നുള്ളത് ഇൻവിസിബിളായി, അദൃശ്യമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിനൊരു ബ്രേക്ക് കൊണ്ടുവന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്രയുടെ പ്രത്യേകത. അത് കോൺഗ്രസ്സിനെ ശരിക്കും ഒന്ന് ഒരു റീ എനർജൈസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കൂടുതൽ അതിന് പുതിയൊരു രാഷ്ട്രീയക്കാരനായ ആൾ, ഒരു റീബത്ത് ഓഫ് ഒരു പുനഃപ്രതിഷ്ഠ, രാഹുൽ ഗാന്ധിയുടെ ഒരു പുനഃപ്രതിഷ്ഠ നടന്ന ഒരു യാത്ര കൂടിയാണ്. അത് ഗംഭീരമായി അദ്ദേഹം അതിൽ പെർഫോം ചെയ്തു. അപ്പോൾ അതിൽ തന്നെ റിസൾട്ട് ഉണ്ടായിട്ട് നോക്കൂ. ജോഡോ യാത്ര ഏറ്റവും അധികം ദിവസം സ്പെൻഡ് ചെയ്ത കർണാടകയിലാണ്, 21 ദിവസം കർണാടകയിൽ അവർ വിജയിക്കുന്നു. പിന്നെ കുറേ അധികം ദിവസം 18 ദിവസം സ്പെൻഡ് ചെയ്തു 12 ദിവസം തെലങ്കാനയിൽ. അവിടെ തെലങ്കാനയിൽ അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. 2 or 3 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവർ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ യാത്ര വെറുതെ ആയിട്ടില്ല. ആ യാത്ര കൊണ്ട് കാര്യമുണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ ഹിന്ദി ഹെഡ്ലാൻഡിൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇലക്ഷൻ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ ഹിന്ദി ഹെഡ്ലാൻഡിൽ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിശ്ചയമായും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒന്നുകൂടെ ശക്തിപ്പെടുന്നതിൽ ഇനിയും യാത്ര നടത്തുകയാണെങ്കിൽ അത് ഉപകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യാത്ര കൊണ്ട് മാത്രം കാര്യമല്ല. യാത്ര ഓഫ് കോഴ്സ് അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടി സംഘടനയൊക്കെ ശക്തിപ്പെടുത്തും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതിലപ്പുറം ചില കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇലക്ഷൻ സമയത്ത് സംസാരിച്ച കാര്യമാണ്. അവിടെ എന്താ അവർ ചെയ്തത്, ഈ ജോഡോ യാത്രയ്ക്ക് ശേഷമാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നതിന് ശേഷമാണല്ലോ ഈ ഇലക്ഷൻസ് വരുന്നത്. ആ ഇലക്ഷൻസിൽ പക്ഷേ അവർ ഇന്ത്യ മുന്നണി അങ്ങ് മറന്നുപോയി. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരം, പോരാട്ടം എന്ന് പറയുന്നത്, ആ പോരാട്ടവും ഒരു സമഗ്ര സ്വഭാവമുള്ളതായിരിക്കണം. ഈ ഭരണകൂടത്തിൻ്റെ ഇരകളായിട്ടുള്ള പരശതം ഗ്രൂപ്പുകളുണ്ട്, സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്, ഈ ന്യൂനപക്ഷങ്ങളുണ്ട്, ഭൂമിശാസ്ത്ര വിഭാഗങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ ഫോഴ്സിനെയും ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനുണ്ട്. ഈ ഇലക്ഷനിൽ, കഴിഞ്ഞ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഈ 2 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ആദിവാസി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി മത്സരിച്ചു. രാജസ്ഥാനിൽ അവർ 3 സീറ്റിൽ വിജയിച്ചു, മധ്യപ്രദേശിൽ 1 സീറ്റിൽ വിജയിച്ചു. സേഫ് ഈ ഇലക്ഷന് മുമ്പ് അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് കേട്ടായിരുന്നു? നമ്മളാരും കേട്ടില്ല. പക്ഷേ അവർ ആദ്യമായിട്ട് മത്സരിക്കുന്നു, 4 സീറ്റ്, 2 സംസ്ഥാനങ്ങളായിട്ട് 4 സീറ്റിൽ വിജയിക്കുന്നു. ഞാൻ ഒന്ന് നോക്കൂ, അവരൊറ്റയ്ക്ക് മത്സരിച്ചാണ് 4 സീറ്റിൽ വിജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 2 സംസ്ഥാനങ്ങളിലും ട്രൈബൽസ് വളരെ പ്രധാനമാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, അവരുമായിട്ടൊരു ടാക്ടിക്കൽ അലയൻസിലെത്തുവാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്?
ഈ പറയുന്ന ഒരു ഈ ഭാവന അവർക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ സമരം എല്ലാവരെയും സംഘടിപ്പിച്ച് നടത്തേണ്ട സമരമാണ്. എന്തുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റ് കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ പോയത്? അഖിലേഷ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. ഈ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞത് ജോഡോ യാത്ര നടക്കണം, സംഘടിപ്പിക്കണം എന്ന് മാത്രമല്ല, ഈ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ ഒരു രാഷ്ട്രീയ ഭാവനയൂടെ വളർന്നു വരേണ്ടത്. രണ്ടാമത്തത് എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജി എന്നുള്ളതാണ്. ഇപ്പോൾ കമൽനാഥ് ആവട്ടെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരാവട്ടെ, അവരെന്താണ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? വി ആർ ബെറ്റർ BJP എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ കോൺഗ്രസിൻ്റെ ആവശ്യമില്ലല്ലോ. BJP പറയുന്നതും ചെയ്യുന്നതൊക്കെ അത് ഞങ്ങളാണ് തുടങ്ങിയത്, അത് ഞങ്ങളാണ് ആദ്യം ചെയ്തത്, രാം ജന്മഭൂമി ഞങ്ങളാണ് തറക്കല്ലിട്ടത്. ഇങ്ങനെ പറയാനാണെങ്കിൽ എന്തിന് ജനങ്ങൾ കോൺഗ്രസിനെ സെലക്ട് ചെയ്യണം? അതേക്കാൾ നല്ല രാം ജന്മഭൂമി ഉണ്ടാക്കുന്ന BJP ഉള്ളപ്പോൾ തറക്കല്ലിട്ട കോൺഗ്രസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. ഒരു സെൻറ്റർ റൈറ്റ് പാർട്ടി എന്ന അവസ്ഥയിൽ നിന്ന് ഒരു സെൻറ്റർ ലെഫ്റ്റ് പാർട്ടിയായി കോൺഗ്രസിന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇവിടെ വേക്കൻ്റായി കിടക്കുന്നത്, ആ ഒരു ഇടമാണ് ഇവിടെ വേക്കൻ്റായി കിടക്കുന്നത്. അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആ നിലക്ക് കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നത് പ്രധാനമാണ്. ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നോർത്ത് ഈസ്റ്റ് നിന്ന് ഗുജറാത്തിലേക്കാണ് ഈ ജോഡോ യാത്ര വരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ അസം എടുക്കുക. അസമിൽ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവിടെ AUDF എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. 15ഓളം MLA അവർക്കുണ്ട്, ഒരു MP ഉണ്ട്. ആ സംഘടനയുമായിട്ട് ഒരു രാഷ്ട്രീയ ധാരണയിലെത്താൻ ഇതുവരെ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ചില ഭയങ്ങളാണ്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഞങ്ങൾ അങ്ങനെയായാലും ഇങ്ങനെ കരുതപ്പെടുമോ, എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം, എന്താണ് ഞങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, എന്താണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് വഴുക്കലുകളുണ്ട്. ഞാനതിനെക്കുറിച്ച് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് അതിൽ നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും അതാണ് മനസ്സിലാവുന്നത്. പക്ഷേ ആ ഒരു ധാരണയിലേക്ക്, ആ ഒരു ഭാവനയിലേക്ക് കോൺഗ്രസ്സിനെ മൊത്തം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടെ ഈ കാഴ്ചപ്പാടിലെയും ഐഡിയോളജിയിലെയും രാഷ്ട്രീയ ഭാവനയിലെയും മാറ്റത്തോടൊപ്പം പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുമ്പോഴാണ് നേട്ടം ഉണ്ടാക്കാൻ പറ്റുക. അതിന് ഈ ജോഡോ യാത്ര ചെറിയ അളവിലെങ്കിലും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, നമ്മളിപ്പോൾ കാണുന്ന കോൺഗ്രസിൻ്റെ ചെറുതെങ്കിലുമായ ഊർജം ഓഫ് കോഴ്സ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഇലക്ഷനിൽ വലിയ പരാജയം നേരിട്ടെങ്കിൽ കൂടി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ നേതൃത്വത്തെയൊക്കെ മാറ്റി ഇനിയിപ്പോൾ പുതിയൊരു യാത്ര കൂടി നടത്താൻ ഒരുങ്ങുന്നു. ഹിന്ദു ഹൃദയഭൂമിയിൽ പുതിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു. അപ്പോൾ ഒരു പുതിയ യാത്ര നടത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറച്ചുകൂടെ കോൺഗ്രസിന് വലിയ ശക്തി സമ്മാനിക്കുമെന്ന് തോന്നുന്നുണ്ട്. ശക്തി സമ്മാനിക്കുമെന്നതിനേക്കാളേ ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വളരെ പ്രൊഫഷണലായ രാഷ്ട്രീയക്കാരനായി മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. സാധാരണ തോൽവികളിൽ വല്ലാതെ മനം എടുത്തു പോവുകയും പദവികൾ ഇട്ടെറിഞ്ഞു പോവുകയും എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് നമുക്ക് പണ്ട് പരിചയം. പക്ഷെ നോക്കൂ, ഇവിടെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോയി. തെലങ്കാന ഒഴികെ ബാക്കി എല്ലായിടത്തും അവർ തോറ്റുപോയി. തോറ്റതിന് ശേഷവും ഈ രാഷ്ട്രീയ പ്രവർത്തനം മടുക്കുന്നില്ല എന്നുള്ളതും നിരന്തരമായ തോൽവികളിലൂടെ ജയിക്കാൻ കഴിയുന്നുള്ളതും തോറ്റ് കഴിഞ്ഞാലും പിന്നെയും പ്രവർത്തിക്കലാണ് പ്രൊഫഷണൽ രാഷ്ട്രീയമെന്നും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുകയും അയാൾ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുകയും ചെയ്യുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യവും അവരെ സംബന്ധിച്ച് അവരുടെ സിമ്പതൈസേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. അവരുടെ അണികൾക്ക് വലിയ തോതിലുള്ള നിരാശ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഉണ്ടായ തോൽവി അണികളെ സംബന്ധിച്ച് 2024 പോകാൻ നിൽക്കെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാൻ അവർക്ക് ഈ യാത്ര കൊണ്ട് പ്രയോജനപ്പെട്ടേക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ സംബന്ധിച്ചും അദ്ദേഹം അണികൾക്ക് കൊടുക്കുന്ന ഏറ്റവും അവസാന മൊമെൻ്റ് വരെ പോരാടുക, അവസാനത്തെ ഒരു നീക്കമാണ് ഗോളാവുക എന്ന സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആ നിലയ്ക്ക് ഗുണകരമായ കാര്യമാണ്. പക്ഷെ നോക്കൂ, 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതവർ ചെയ്യേണ്ട എക്സസൈസാണ്. പക്ഷേ ഇത് മാത്രമാണോ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും കിടക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി അവസാനം 3 മാസം മാത്രം അവശേഷിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനൊരു പൂർണ്ണരൂപം ഉണ്ടാക്കാനോ അതിനൊരു പ്രഖ്യാപനം മീൻസ് അതിനെ ഒരു നയരേഖ ഉണ്ടാക്കാനോ ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുമുന്നണി മാത്രമാണ്, വേറൊരു അടിത്തറയും അതിനില്ല എന്ന് നിരന്തരമായി മോദി അമിത്ഷായും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിടത്ത് NDA എന്ന് പറയുന്ന സഖ്യം അതിന് BJP നേതൃത്വം കൊടുക്കുന്നു. BJP ഹിന്ദുത്വ രാഷ്ട്രീയം ഒരിടത്ത് പറയുന്നു, ഒപ്പം വിശ്വഗുരുവാക്കി ലോകത്തെ വളർത്തുന്നു. ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവർ അവതരിപ്പിക്കുന്നത്. ഒന്നെന്താണ് ഇന്ത്യയുടെ സംസ്കാരം വീണ്ടെടുക്കുക എന്ന് പറയുന്ന എന്ന വാചകത്തിൽ പൊതിഞ്ഞു പറയുന്ന ഹിന്ദുത്വ, മറ്റൊന്ന് വികസനത്തിൻ്റെ പുതിയ പാന്താവിലേക്ക് രാഷ്ട്രത്തെ കൈപിടിച്ചുയർത്തുന്നു, ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകുന്നു, മോദി ലോക നേതാവാകുന്നു. ഈ 2 സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയും പ്രത്യയശാസ്ത്രവും ആശയവും എല്ലാം ഉണ്ട്. ഇന്ത്യ മുന്നണിക്ക് എന്താണുള്ളത്? ഇന്ത്യ മുന്നണി ഇതുവരെ അതിൻ്റെ ഒന്നിച്ചിരിപ്പ് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായിട്ടില്ല.
എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെക്കാൻ പോകുന്ന കൗണ്ടർ പ്രോജക്റ്റ് മീൻസ് ഒരു പ്ലാൻ എന്താണ്, നമ്മുടെ ആശയം എന്താണ്, ഏതാശയം, നമ്മളെന്താണ് വെക്കാൻ പോകുന്ന സ്ലോഗൻ എന്താണ്, മുദ്രാവാക്യം എന്താണ്, ആ മുദ്രാവാക്യത്തിലേക്ക് ഏതൊക്കെ നിലയ്ക്കാണ് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുക, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒരു മുന്നണി എന്ന നിലയ്ക്ക് നമ്മളൊരു ജോഡോ യാത്ര എങ്ങനെ സംഘടിപ്പിക്കണം, എവിടെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കണം, ഇതിലേക്കൊന്നും ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് വൈകിയാണ് അവരുടെ ഓർഗനൈസേഷനിൽ പരിപാടികൾ തുടങ്ങിയത്. ഇപ്പോഴും മുന്നണി എവിടെ എത്തി എന്നുള്ള ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. മറ്റൊന്ന്, നേരത്തെ ദാവൂദ് സാഹിബ് ശരിയായി പറഞ്ഞതുപോലെ കോൺഗ്രസ് മാത്രമായി ശക്തിപ്പെടുക എന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ ഇപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നതാണ്. അവർക്ക് ഈ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും തോൽവിയിൽ നിന്ന് അതവർ മനസ്സിലാക്കേണ്ടതാണ്. കോൺഗ്രസിന് മാത്രമായി ഏതെങ്കിലും കമൽനാഥിന് തീരെഴുതി കൊടുത്താൽ സ്വാഭാവികമായും വിജയിച്ചു വന്നോളും എന്നുള്ള അധിക ധാരണ അവരിനി കൊണ്ടു നടക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അവരെന്തുമാത്രം മറ്റു ട്രെൻഡുകൾ മനസ്സിലാക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികളുടെ ഭാരമില്ലാതെ ആരെയൊക്കെ ഒപ്പം ചേർക്കാൻ അവർ തയ്യാറാവുന്നുണ്ട് എന്ന ചോദ്യം അവിടെ ഉണ്ട്. കോൺഗ്രസിൻ്റെ സംഘടന മെച്ചപ്പെടുത്തുക എന്നത് പ്രധാന കാര്യമാണ്. കഴിഞ്ഞ തവണ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് 5 ദിവസം മാത്രമാണ് UP-യിലൂടെ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഭാരത് ജോഡോ യാത്ര നടക്കുന്നത്. പക്ഷേ ഗുജറാത്തിൻ്റെ പരിസരത്തേക്ക് ആ യാത്ര പോയില്ല എന്ന വിമർശനം അന്നേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗുജറാത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അണികളിൽ ആവേശം ഉണ്ടാക്കുന്നതിനേക്കാളുപരി അണികളിൽ ആവേശം ഉണ്ടാക്കുമ്പോൾ കർണാടകയിൽ DK ശിവകുമാർ എന്ന് പറയുന്ന നേതാവുണ്ട്. അയാൾക്ക് പാർട്ടി കൊണ്ട് നടക്കാൻ അറിയാം, പണവും സ്വാധീനവും സംഘടനാ നേതൃത്വ മികവുമുണ്ട്. അപ്പുറത്ത് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന നേതാവുണ്ട്. അത്തരം നേതാക്കന്മാരില്ലാത്ത സ്ഥലം കൂടി പാർട്ടി സംഘടനയും കെട്ടിപ്പടുക്കുക, ആശയപരമായ ദൃഢത കൈവരിച്ചുകൊണ്ട് എന്താണ് നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു, നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള ക്ലാരിറ്റി പ്രവർത്തകർക്ക് കൊടുക്കുക, ഓരോ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന പൊസിഷൻ എന്താണെന്ന ക്ലാരിറ്റി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് ആ പൊസിഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ന്യൂസ് റൂമിൽ, ഈ വാർത്താ സമ്മേളനത്തിൻ്റെ മുറിയിൽ എത്ര ദലിതുകൾ, എത്ര പിന്നോക്കക്കാർ, എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ചോദിച്ച ആളാണ് അദ്ദേഹം. ആ ചോദ്യം ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ. പക്ഷെ ഒരു പാർട്ടി എന്ന നിലയ്ക്കും ഒരു മുന്നണി എന്ന നിലയ്ക്കും ആ ചോദ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടൊരു നയരേഖ ഉണ്ടാക്കാൻ, അതിന് വേഗതയിൽ സഞ്ചരിക്കാൻ എന്തുമാത്രം കഴിയുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉറപ്പായും ഇതിനകത്തെ കാര്യം ഐക്യം, പ്രതിപക്ഷ ചേരിയുടെ ഉപാധികളില്ലാത്ത ഐക്യം. ഉപാധികളില്ല മീൻസ് ഉപാധികളുണ്ടാവും, പക്ഷേ അപ്പുറത്തെ ഫോഴ്സിനെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തിന്മേൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഐക്യനിര ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം അതിനുണ്ടാവുക, ആ മുദ്രാവാക്യം ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുക. തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പാർലമെൻറ്റ് അതിക്രമത്തോടെ മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു. സോ അതെങ്കിൽ അത് ഏതാണോ മുന്നിൽ വെക്കാൻ പോകുന്ന ഒന്ന്, ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതമാണ് മോദി 2014 പറഞ്ഞത്. എന്താണ് ഇന്ത്യ മുന്നണി പറയാൻ പോകുന്ന മുദ്രാവാക്യം? അത് എന്തുമാത്രം ഗ്രൗണ്ടിൻ്റെ പൾസ് അറിയുന്നതാണ്, അതിനെല്ലാം ആരെയൊക്കെ ചേർത്ത് നിർത്തുന്നു. ഇതൊക്കെ ആയിരിക്കും നിർണായക ഫാക്ടറാവാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തളർന്നു പോകാതെ വീണ്ടും നടക്കാൻ തീരുമാനിക്കുന്നത് ശുഭോദർക്കമായ സംഗതിയാണ്. തീർച്ചയായും തോൽവികളിൽ തളരാത്തൊരു രാഹുൽ ഗാന്ധിയെ കാണുന്നു. തീർച്ചയായും പ്രതീക്ഷാഭാവമാണ്. പക്ഷേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനൊപ്പം അല്ലെങ്കിൽ ഒരല്പം അതിന് മുകളിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നതുകൂടി വെക്കേണ്ടത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്നുള്ള വിലയിരുത്തൽ കൂടി വരികയാണ്.